നമസ്കാരം, സമഗ്ര യോഗയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ബ്രീതിങ് ആണ്. പ്രാണായാമയിലെ പ്രധാനപ്പെട്ട ഒരു ബ്രീതിങ് ആണ്. ഭ്രമരി പ്രാണായാമ എന്ന് പറയും. ഹണി ബി ബ്രീതിങ്. ആ മൂളുന്ന വണ്ടിന്റെ ശബ്ദത്തോടുകൂടി ബ്രീത്ത് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഹണി ബി ബ്രീതിങ്. ഈ ബ്രീതിങ് നമ്മളെ ഒന്ന് സ്ട്രെസ് ലെവൽ കുറച്ച് ഒന്ന് അലേർട്ടായി സ്ലോ ഡൗൺ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ബ്രീതിങ് ആണ് ഭ്രമരി പ്രാണായാമ. പ്രാണായാമയിൽ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാണായാമയാണ് ഭ്രമരി പ്രാണായാമ. സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ, നമ്മളെ ഒന്ന് ഡൗൺ ടു എർത്ത് ആക്കാൻ സഹായിക്കുന്ന ഒരു പ്രാണായാമയാണ്. യോഗ ചെയ്ത് യോഗാസനങ്ങൾ ചെയ്ത് റിലാക്സ് ചെയ്ത് പ്രാണായാമ പരിശീലിച്ച് നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോകും. അതാണ് യോഗയുടെ ഒരു സ്ട്രക്ചർ. പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് പ്രാണായാമം ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് റിലാക്സ്ഡ് ആവാൻ പറ്റുന്ന ഒരു ബ്രീതിങ് ടെക്നിക്കാണ് ഭ്രമരി പ്രാണായാമ. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഉറപ്പായും മെഡിറ്റേഷന് തൊട്ട് മുമ്പ് ചെയ്യുന്ന ഒരു ബ്രീതിങ് കൂടിയാണ് ഭ്രമരി പ്രാണായാമം. ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. ശ്വാസം എടുക്കുക, ശ്വാസം വിടുമ്പോൾ മൂക്കിലൂടെ തന്നെ മൂളുന്ന വണ്ടിന്റെ ശബ്ദത്തോടുകൂടി എക്സേൽ ചെയ്യുന്നു. ഒരു മാ ഉച്ചരിക്കുമ്പോൾ, മാ മൂക്കിലൂടെ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. ശ്വാസം എടുക്കുന്നു മൂക്കിലൂടെ, ശ്വാസം മൂക്കിലൂടെ തന്നെ പുറത്തേക്ക് വിടുമ്പോൾ ഒരു മകാര ചാൻഡിങ് എക്സേൽ ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ആ മകാര വൈബ്രേഷൻ അവിടെ ഫീൽ ചെയ്യും. അത്രേ ഉള്ളൂ. ഒന്ന് നോക്കൂ. അത് ചെയ്യുമ്പോൾ ചെവി ഒന്ന് പതുക്കെ അടച്ചു പിടിക്കുക. ഒത്തിരി അമർത്തി പിടിക്കേണ്ട. ജസ്റ്റ് ആ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് ചെവി അടച്ചു പിടിക്കുക. ശ്വാസം മൂക്കിലൂടെ എടുക്കുക, മൂക്കിലൂടെ എക്സേൽ ചെയ്യുമ്പോൾ ആ വൈബ്രേഷൻ ഒന്ന് ഫീൽ ചെയ്യുക. സിമ്പിളാണ്. ചെവി ഒന്ന് മെല്ലെ അടച്ചു വെക്കുക, ശ്വാസം മൂക്കിലൂടെ എടുക്കുക, എക്സേൽ ചെയ്യുമ്പോൾ ബോധപൂർവം ഈ ഭാഗത്ത് ഒരു വൈബ്രേഷൻ നമ്മളത് ഫീൽ ചെയ്ത് ചെയ്യുക. അത് നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സൗണ്ട്. അപ്പം ഒന്ന് ഒരു മകാര ചാൻഡിങ് പോലെ ഒന്ന് എക്സേൽ ചെയ്യുക. ഒന്നത് ചെയ്തു നോക്കൂ. ശ്വാസം എടുക്കുക, മൂളിച്ച് നമ്മുടെ ഈ മുഴക്കം ഈ മൂക്കിന്റെ ഭാഗത്ത്. അപ്പൊ എന്താ വെച്ചാൽ ഈ ഭാഗത്ത് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആവും. നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ നല്ലതാണ്. ഒരു അലേർട്ട്നെസ് കിട്ടാൻ നല്ലതാണ്. നമ്മൾ ഒന്ന് സ്ലോ ഡൗൺ ആവും. എല്ലാ ഡിസ്ട്രാക്ഷനിൽ നിന്നും പെട്ടെന്ന് നമ്മൾ ഡൗൺ ടു എർത്ത് ആവും. ഈ ഭാഗത്തെ സ്ട്രെസ് കുറയ്ക്കാൻ ഏറ്റവും നല്ല ഒരു ബ്രീതിങ് ആണ് ഭ്രമരി പ്രാണായാമ. ഒന്ന് ചെയ്ത് നോക്കാം. ശ്വാസം എടുക്കാം, വീണ്ടും ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടത് പോണ സമയത്ത് നമുക്ക് ആ ബ്രീതിങ് ഒന്ന് റിലാക്സേഷൻ ഒന്ന് ഫീൽ ചെയ്യുക. സ്വസ്ഥമായിരിക്കുക. കൈകൾ മുദ്രയിൽ പിടിക്കാം. ഈ ബ്രീതിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഈ ഭാഗത്തൊക്കെ ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. കൂളായിട്ട് ഇരിക്കാൻ പറ്റും. ഒന്ന് ചെയ്ത് നോക്കുക. ഈ പ്രാണായാമ, ഭ്രമരി പ്രാണായാമ, നമ്മൾ യോഗാസനങ്ങൾ ചെയ്ത് ശവാസനത്തിൽ വിശ്രമിച്ച് മെഡിറ്റേഷനിലേക്ക് പോകും. പ്രാണായാമ ചെയ്ത് മെഡിറ്റേഷനിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഈ ഭ്രമരി പ്രാണായാമ ചെയ്ത് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് ഒന്ന് ബ്രീതിങ് മാത്രം ശ്രദ്ധിച്ചൊരു 2 മിനിറ്റ്സ് റിലാക്സ് ചെയ്യാൻ പറ്റും. ഒരു 6 റൗണ്ട് എങ്കിലും, 9 റൗണ്ട് ചെയ്യുക. തുടക്കത്തിൽ ഒരു 6 റൗണ്ട് എങ്കിലും ചെയ്ത് ഒന്ന് ആ ബ്രീതിങ് ഫീൽ ചെയ്ത് റിലാക്സ് ചെയ്തിരുന്നു. നമുക്കൊന്ന് ചെയ്യാം. വൈബ്രേഷൻ ഒന്ന് ഫീൽ ചെയ്യുക. വീണ്ടും ശ്വാസം മൂക്കിലൂടെ എടുക്കുക, ആ വൈബ്രേഷൻ ഫീൽ ചെയ്യുക. ഓരോ തവണ എക്സേൽ ചെയ്യുമ്പോൾ ആ വൈബ്രേഷൻ ഒന്ന് ഫീൽ ചെയ്യുക. ശ്വാസം എടുക്കുക,
റിലാക്സ്. ഇത് തന്നെ നമ്മൾ ഈ ഭാഗത്തും കണ്ണിൻ്റെ ഭാഗത്തും ഇവിടെയും ഒക്കെ ഈ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ആ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. തുടക്കത്തിൽ നമുക്ക് ഈ ചെവിയിലൊന്ന് അതിൻ്റെ ഡിസ്ട്രാക്ഷൻ കുറച്ചുകൊണ്ട് ഈ ഫീലിംഗ് വൈബ്രേഷൻ ഫീൽ ചെയ്തിരിക്കുക. ഭ്രമരി പ്രാണായാമ പ്രാക്ടീസ് ചെയ്യുന്നത് ഭ്രമരി പ്രാണായാമ ചെയ്ത് മെഡിറ്റേഷനിലേക്ക് പോകാൻ ഏറ്റവും നല്ല ഒരു റിലാക്സേഷൻ ടെക്നിക്ക് കൂടിയാണ് ഭ്രമരി പ്രാണായാമം. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ആ വൈബ്രേഷൻ ഫീൽ ചെയ്ത് റിലാക്സ് ചെയ്ത് നമുക്ക് കൂൾ ഡൗൺ ആയിട്ട് കുറച്ച് സമയം ഇരിക്കാൻ പറ്റും. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ.